അങ്ങനെ വിരിഞ്ഞ കുഞ്ഞാണ്. ട്രാജഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ സ്റ്റോറി പറഞ്ഞു തരട്ടെന്ന്. ഫോസ്റ്റേഴ്സിന്റെ എഗ്ഗ് നമ്മൾ പൊതുവെ കളയലാണല്ലോ. നമ്മൾ ജാക്കോബിൻസിന്റെയോ അല്ലെങ്കിൽ നല്ല വേറെ ഏതെങ്കിലും ബ്രീഡ്സിന്റെ ഒക്കെ എഗ്ഗ് എടുത്തിട്ട് അവർക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അവർ എഗ്ഗ് എന്നിട്ട് നമ്മൾ കളയും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഫോസ്റ്റർ നമ്മൾ ഏതൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെയറാക്കി ഇട്ടതായിരുന്നു. ഫോസ്റ്റേഴ്സ് മാത്രമാക്കാനല്ല, അവർ എഗ്ഗ് വിരിയുന്നില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ എഗ്ഗ് ചെയ്ത് 3 days കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് കളഞ്ഞിട്ടില്ലല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് റിസൾട്ട് ആയിട്ടുണ്ട്. പിന്നെ റിസൾട്ട് ആയ ഒരു എഗ്ഗ് കളയാൻ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അബോർട്ട് ചെയ്ത് കളയുന്ന ഫീലൊക്കെ വന്നു എനിക്ക്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ എഗ്ഗ് വിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വിരിഞ്ഞ കുഞ്ഞാണിത്. പക്ഷേ ട്രാജഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് മദർ ഡെത്തായിപ്പോയി. മദറിന് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് ഏജ് ആയിട്ടുള്ള പേടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു, വേറെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫാദർ ഇതിന് കുറച്ചൊക്കെ ഫീഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഫാദർ എന്ത് ചെയ്തു, വേറൊരു ഫീമെയിൽ ബേർഡിനായിട്ട് പെയറായിപ്പോയി. അപ്പോൾ ഇവനെ നോക്കണ്ടായി. അപ്പോൾ ഇവനിപ്പോൾ ഒറ്റയ്ക്കാ. അപ്പോൾ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അതാണ് ഈ കുഞ്ഞിൻ്റെ കഥ.